ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്കും സുഖം തന്നെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അനിയത്തിൻ്റെ വെഡ്ഡിങ് വീഡിയോ കേട്ടോ. പിന്നെ അനിയത്തി എന്ന് പറഞ്ഞാൽ അളമ്മൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അവളെ വെഡ്ഡിങ് വീഡിയോസ് ആയിട്ടാണ് കുറച്ച് ക്ലിപ്പുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. രാവിലത്തെ ക്ലിപ്പൊന്നും ഞാൻ എടുത്തിട്ടില്ല. രാവിലെ ഇതിപ്പോൾ വൈകുന്നേരമായിട്ടോ. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ എടുത്തത്. കാരണം എന്താ വെച്ചാൽ നമ്മളെ റിച്ചുട്ടൻ ആകെ അലമ്പാക്കി സീനാക്കി ഓഡിറ്റോറിയത്തിൽ. എനിക്ക് ഈ ആളുകളൊക്കെ കൂടുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. വീട്ടിൽ നിൽക്കുന്ന ഒരു സേഫ്റ്റി അവനക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സീന് കേട്ടോ. നിങ്ങളെ കുട്ടികളൊക്കെ അങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ പെണ്ണിനെ മാറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ആദ്യം വന്നിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം പെണ്ണുങ്ങൾ വരികയാണ് കേട്ടോ. അവരവിടെ മാറ്റിക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് പെണ്ണുങ്ങൾ പിന്നെ വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് ചെക്കൻ്റെ ടീമിൻ്റെ കല്യാണം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് നടന്ന് വരാനുള്ള ഒരു ദൂരം തന്നെ ഉള്ളൂ കേട്ടോ. നടന്ന് വരാനല്ല, അവർക്ക് റോഡ് ഓപ്പോസിറ്റ് കിടക്കാനുള്ള ഒരു ദൂരം തന്നെ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇതിലാണ് കേട്ടോ. അപ്പോൾ ചെക്കനും ടീമും സ്റ്റേജിന്മേലേക്ക് കയറിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ബാക്കിൽ പെണ്ണും ചെക്കൻ്റെ ടീമും കൂടി പെണ്ണിനെ മാറ്റി അണിയിച്ചൊരുക്കിയിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ അവർ സ്റ്റേജിലേക്ക് കയറി ചെക്കനക്ക് ബൊക്ക കൊടുക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പല ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സംഭവത്തിലേക്ക് അവൾ വന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ചെക്കന് ബൊക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് അധികം പരിപാടികളൊന്നുമില്ല, എന്നാലും നോർമലായിട്ട്. നിക്കാഹ് ഒരു വർഷം മുന്നേ കഴിഞ്ഞതാണ് അവരുടെ. ഒരു വർഷം ജൂലൈ 30 അങ്ങനെ എന്തോ അതിന് നിക്കാഹ് കഴിഞ്ഞത് കേട്ടോ. ഇതിപ്പോൾ അതിന് ശേഷം ഒരു വർഷം അവൻ ഗൾഫിലാണ്. അവ പോയി വന്നതിന് ശേഷമാണ് കല്യാണം കേട്ടോ. അപ്പോൾ അവർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് അവർ അടിപൊളിയാകുകയാണ് കേട്ടോ. നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. പെണ്ണിനായിട്ട് അവർ പോവുകയാണ്. അപ്പോൾ കൂടെ നമ്മളും പോകണ്ടല്ലോ. അപ്പോൾ യാത്ര പറച്ചിലും കരച്ചിലും പിരിച്ചിലൊക്കെ ഉണ്ടാവില്ലല്ലേ. ആ ഒരു ഫീലിങ്സ് വേറെ തന്നെയാണല്ലേ. അങ്ങനെ ആ ഒരു സമയം ഭയങ്കര ഒരു ഇതാണല്ലേ. നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോകുക എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ നമുക്ക് വരുമല്ലോ അല്ലേ. അപ്പം നമ്മളെ വീട്ടിൽ നിൽക്കുന്ന ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ലല്ലോ വേറൊരു വീട്ടിലേക്കാകുമ്പോൾ. അപ്പോൾ ആ ഒരു ഫീലിങ്സൊക്കെ എല്ലാവർക്കും ഉണ്ടാകണം. അപ്പോൾ പെണ്ണും ചെക്കനും പോയിക്കൊണ്ട് നിൽക്കുകയാണ്. കാറിൽ കയറാൻ വേണ്ടി പോകണം. അപ്പോൾ അവിടെ വേറെ ആരൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ട് യാത്ര പറയാനൊക്കെ പോയി. അപ്പോൾ അവർ അവളെ കൊണ്ടുപോകുന്നത് കാറിലാണ് കേട്ടോ. നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ. പക്ഷേ റോഡ് ഇങ്ങനെ വാഹനങ്ങളൊക്കെ പോകണമല്ലേ. അപ്പോൾ റോഡ് ഓപ്പോസിറ്റ് കിടക്കണേക്കാളും നല്ല അവളെ കാറിലാക്കി കൊണ്ടുപോകാന്നുള്ള ആ ഒരു ഇതാണ്. വന്നവരും കൂടെ ഉള്ളവരും നമ്മളെ കൂടെ പോകുന്നവരൊക്കെ എന്ത് ചെയ്യണ് നടന്നാണ് കേട്ടോ പോണത്. അപ്പോൾ അവൾ കാറിലേക്കൊക്കെ എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറിയിട്ട് അവൾ ചെക്കൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകലൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കാറിൽ കയറിയാണ്ട് അവർ യാത്രയാണ്. പോകാനുള്ളവരൊക്കെ പുറത്തിറങ്ങി നിൽക്കുക കേട്ടോ. വണ്ടീൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. വണ്ടി കയറിയിരിക്കാൻ സ്ഥലം കിട്ടൂല എന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ടാവില്ല അല്ലേ. ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ അവർ യാത്രയായി കൂടെ പോകാനുള്ളവരും അവർ വീട്ടിൽ നിന്ന് വന്നവരും എല്ലാവരും ഇങ്ങനെ നടന്ന് പോകും കേട്ടോ. അപ്പോൾ ആങ്ങളെ കേട്ടോ. ആങ്ങളെ ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക്. അപ്പം അവർ പോയി. ഇനി ബാക്കിൽ നമ്മളും ഇങ്ങനെ പോവുക. അപ്പം എന്താ പറയുക, ഇനിയിപ്പോൾ എല്ലാവരും റോട്ടുമ്മ കൂടെ ഇങ്ങനെ നടന്ന് പോകുന്ന കാഴ്ച കാണട്ടെ. നിങ്ങൾക്ക് എന്താ രസമല്ലേ. ഇങ്ങനൊക്കെ എവിടെയെങ്കിലും എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അടുത്തൊന്നും എവിടെയും കണ്ടില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു തോന്നില്ലേ. അടുത്തൊന്നും എവിടെയും കണ്ടില്ല. നല്ല രസമായിട്ട് മറ്റേ ഓഡിറ്റോറിയത്തിലേക്ക് പോകണ്ട. റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ അവശനായിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ കെട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ ഏതായാലും നല്ല രസമുണ്ട് കേട്ടോ പോണത്. ഇങ്ങനെ പോകുമ്പോൾ വീഡിയോ എടുക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബാക്കിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ചെറുക്കിണ്ട് ഇതെങ്ങനെ പോവുക, എങ്ങനെ കിടക്കുക എന്നൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ടോ ഓരോരുത്തർ.
അതാ പിന്നെ കുറേ ദൂരം നിന്ന് ഓരോരുത്തരൊക്കെ കടന്നങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇത് പള്ളിയാണ് കേട്ടോ. നമ്മൾ ഇത് അമ്മായിയൊക്കെ നടന്നു വരുന്നത്, അമ്മായി ചിരിക്കുന്നുണ്ട്, ഇതെങ്ങനെ നടക്കാനാന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇതാ പെണ്ണും ചെക്കനും പോകുമെന്ന് ചോദിച്ചാൽ നമ്മൾ വേഗം പിന്നെ ചെന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴാണ് നല്ല രസം, സംഭവം മാറിപ്പോയത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ പെണ്ണും ചെക്കനാണല്ലോ പോവില്ല. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി മുന്നിൽ പോയി നോക്കിയപ്പോൾ ഇതാ ആൾക്ക് പുതിയാപ്പിളാകാനൊരു പൂതി. അപ്പോൾ പിന്നെ ആട് തീർത്ത് കൊടുക്കാമെന്ന് എല്ലാവരും വിചാരിച്ചു. അപ്പോൾ അതാ അളിയനൊക്കെ കൂടെ നിന്നാണ്ട് നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് കേട്ടോ പെണ്ണും ചെക്കനും പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ ഇതിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ അവരിതങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ അപ്പോൾ പാട്ടും ഇതൊക്കെ ഉണ്ടായിന് കേട്ടോ. അവർ പിന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ച് പാട്ടും ഇതൊക്കെ, നമ്മളെ ഓഡിറ്റോറിയത്തിൽ പിന്നെ അതൊന്നും ഇല്ലേന് കേട്ടോ. അപ്പോൾ അവർ ഒപ്പനൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ പെണ്ണിനെ ഇങ്ങനെ ആനയിച്ച് കൊണ്ടുവരുന്നത്. ഫോട്ടോ ഒക്കെ എടുത്ത് കുട്ടികളത് ഒപ്പനൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പനല്ല, അങ്ങനെ കയ്യൊട്ടി കളിക്കണത് തന്നെ ഒപ്പന എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് അവർ സ്റ്റേജിൻ്റെ മേലേക്ക് കയറാൻ വേണ്ടി പോകും കേട്ടോ. എന്തായാലും കല്യാണം കഴിഞ്ഞ് ഇതോടുകൂടി കല്യാണത്തിൻ്റെ ഇതായി കഴിഞ്ഞില്ലേ. ഇനിയിപ്പം നമ്മളൊരു വീട്ടുകാരിയായി ഒക്കെ ആയില്ലേ. അപ്പോൾ ഇത് നമ്മൾ പിന്നെ അപ്പോൾ അവർ സ്റ്റേജിലേക്ക് കയറ്റുക കേട്ടോ. അപ്പോൾ ചെക്കന്മാരവിടെ നിന്ന് ചാടി കളിക്കുന്നുണ്ട് കേട്ടോ, എന്തൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ നമ്മൾ പിന്നെ ഇതിങ്ങനെ വോയിസ് കട്ടാക്കിയത് കൊണ്ടാണ് കേൾക്കാത്തത്. അവർ പലതും പറഞ്ഞ് പാട്ടൊക്കെ പോയി. ചെക്കന്മാർ കൂടിയാൽ തന്നെ ഭയങ്കര വിറ്റാണല്ലോ അല്ലേ. അപ്പം അതാ സ്റ്റേജിലേക്ക് അങ്ങനെ കയറി പോകുന്നുണ്ട്. പിന്നെ അത് അവർ സ്റ്റേജിലൊക്കെ കയറിയിരുന്ന് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ബ്രോസ്റ്റും കുബൂസ് ഹോർലിക്സ് അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു, യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്നു. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.